എവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. മുൻകാല ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 2022 കോമൺ പ്രിലിമിനറി എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. ആദ്യത്തെ 45 ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് അതിന്റെ ബാക്കിയാണ്. 46ാമത്തെ ചോദ്യം, ആഗോളതാപനം നിയന്ത്രിക്കാൻ ചെയ്യാവുന്നത്. ഓപ്ഷൻ എ, വനനശീകരണം വർദ്ധിപ്പിക്കുക, ഊർജ ഉപയോഗത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുക. ഓപ്ഷൻ ബി, വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധന ഉപയോഗം കൂട്ടുക. ഓപ്ഷൻ സി, വനനശീകരണം വർദ്ധിപ്പിക്കുക, ജനസംഖ്യാ വർധനവ് മെല്ലെ കുറയ്ക്കുക. ഓപ്ഷൻ ഡി, വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധന ഉപയോഗത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 47ാമത്തെ ചോദ്യം, പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നൊവേഷൻ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ, ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിർണ്ണയിക്കുന്ന പോളിസി മുഖ്യ ലക്ഷ്യം സൃഷ്ടിയാണ്. ഓപ്ഷൻ ബി, ഈ കർമ്മത്തിന്റെ കാഴ്ചപ്പാട് ആയി പരിണാമപ്പെടുത്തുക. ഓപ്ഷൻ സി, ഒരു സമർപ്പിത പോളിസി റിസർച്ച് സെൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിർണ്ണയിക്കുന്ന പോളിസി മുഖ്യ ലക്ഷ്യ സൃഷ്ടിയാണ്. 48ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ എ, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ഓപ്ഷൻ ബി, ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. ഓപ്ഷൻ സി, ISRO സ്ഥാപിതമായത് 1962 ഓപ്ഷൻ ഡി, ISRO ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് റിപ്പോർട്ട് ചെയ്യും. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഈ സ്റ്റേറ്റ്മെന്റുകളിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി മാത്രമാണ്. 49ാമത്തെ ചോദ്യം, R&D പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2007 മുന്നോട്ട് വെച്ച അംബ്രല്ല പദ്ധതി ഏതാണ്? 49ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. 50ാമത്തെ ചോദ്യം, റെഡ് പ്ലസ് പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കൺസർവേഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, CBD. ഇനിയും മാത്സിലെ ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചെയ്തു തന്നെ പഠിക്കുക. ഇവിടെ ഉത്തരം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. 51ാമത്തെ ചോദ്യം, സാധാരണ വ്യത്യാസം പൂജ്യമല്ലാത്ത ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ 3n സംഖ്യകളുടെ ആകെത്തുക അടുത്ത n സംഖ്യകളുടെ തുകയ്ക്ക് തുല്യമാണ് എങ്കിൽ ആദ്യത്തെ 2n സംഖ്യകളുടെ ആകെത്തുകകളുടെയും അതിനുശേഷമുള്ള 2n സംഖ്യകളുടെയും ആകെത്തുകകളുടെയും അനുപാതം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, 1:5. 52ാമത്തെ ചോദ്യം, 800 വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിൽ ഓരോ വിദ്യാർത്ഥിയും 5 പത്രം വായിക്കുന്നുണ്ട്. ഓരോ പത്രവും 100 വിദ്യാർത്ഥികൾ വായിക്കുന്നുണ്ട്. പത്രങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 80, ഓപ്ഷൻ ഡി 40. ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ലഭിക്കുക. 40 ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഒരു സ്മാരക ട്രസ്റ്റ് നൽകിയ 10 ലക്ഷം രൂപയുടെ പലിശയിൽ നിന്നുമാണ് വിദ്യാലയത്തിലെ വാർഷിക പരീക്ഷയിൽ ആദ്യ 3 സ്ഥാനത്തെത്തുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ തുക വർഷം 12% പലിശ നേടുന്നുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനത്തിന് യഥാക്രമം 40,000-ഉം 25,000-ഉം സ്കോളർഷിപ്പ് നൽകുന്നു. എങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് എത്രയെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ 55,000, ഓപ്ഷൻ ബി 60,000, ഓപ്ഷൻ സി 50,000, ഓപ്ഷൻ ഡി 65,000. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 55,000. 54ാമത്തെ ചോദ്യം, ഒരു നഗരത്തിലെ 80% ആൾക്കാർക്കും ഒരു കണ്ണിൽ പാടുണ്ട്. 80% ആൾക്കാർക്ക് ഒരു ചെവിയിൽ പാടുണ്ട്. 75% ആൾക്കാർക്ക് ഒരു കൈയിലും 85% ആൾക്കാർക്ക് ഒരു കാലിലും X% ആൾക്കാർക്ക് എല്ലാ 4 അവയവങ്ങളിലും പാടുണ്ട്. Xന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം എത്രയാണ്?
ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം 20. 55-ാമത്തെ ചോദ്യം. ഒരു ഹൗസിംഗ് സൊസൈറ്റിയിലെ 2750 ആൾക്കാരിൽ ഒരാൾക്ക് ഒരു ദിവസം 100 ലിറ്റർ വെള്ളം വീതം വേണ്ടിവരും. ഒരു കുഴൽ ആകൃതിയിലുള്ള ജലസംഭരണിയുടെ ഉയരം 7 മീറ്ററും വ്യാസം 10 മീറ്ററും ആണെങ്കിൽ അതിലെ ജലം എത്ര നാളത്തേക്ക് ഉണ്ടാവും? ഓപ്ഷൻ എ 4 ദിവസം, ഓപ്ഷൻ ബി 3 ദിവസം, ഓപ്ഷൻ സി 2 ദിവസം, ഓപ്ഷൻ ഡി 1 ദിവസം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 2 ദിവസം. 56-ാമത്തെ ചോദ്യം. 8 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കള്ളൻ ഒരു നേർരേഖയിലുള്ള റോഡിൽ ഓടുന്നു. ഒരു പോലീസുകാരൻ 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന ജീപ്പിൽ കള്ളനെ പിന്തുടരുന്നു. ഈ നിമിഷത്തിൽ ജീപ്പിനും മോട്ടോർ സൈക്കിളിനും ഇടയിലുള്ള ദൂരം 50 മീറ്റർ ആണെങ്കിൽ എത്ര നേരം കൊണ്ട് പോലീസുകാരൻ കള്ളനെ പിടിക്കും? ഓപ്ഷൻ എ 25 സെക്കൻഡ്, ഓപ്ഷൻ ബി 20 സെക്കൻഡ്, ഓപ്ഷൻ സി 50 സെക്കൻഡ്, ഓപ്ഷൻ ഡി 30 സെക്കൻഡ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, 25 സെക്കൻഡ്. 57-ാമത്തെ ചോദ്യം. ഒരു തേയില കച്ചവടക്കാരി 2 ഇനം തേയിലകൾ 5:4 എന്ന അനുപാതത്തിൽ യോജിപ്പിച്ചു. ആദ്യ ഇനം തേയിലയ്ക്ക് കിലോയ്ക്ക് 200 രൂപയും രണ്ടാമത്തെ ഇനത്തിന് കിലോയ്ക്ക് 300 രൂപയും വിലയാണ്. തേയില യോജിപ്പിച്ചത് വിൽക്കുന്നത് കിലോയ്ക്ക് 250 രൂപയ്ക്കാണ്. എങ്കിൽ ലാഭത്തിന്റെയോ നഷ്ടത്തിന്റെയോ ശതമാനം കണക്കാക്കുക. ഓപ്ഷൻ എ 2.27% നഷ്ടം, ഓപ്ഷൻ ബി 2.27% ലാഭം, ഓപ്ഷൻ സി 5.14% നഷ്ടം, ഓപ്ഷൻ ഡി 5.14% ലാഭം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 2.27% ലാഭമാണ് കിട്ടുക. 58-ാമത്തെ ചോദ്യം. ഒരു മുറിയുടെ തറയുടെ നീളവും വീതിയും യഥാക്രമം 7.5 മീറ്ററും 2 മീറ്ററുമാണ്. 1/16 മീറ്റർ സ്ക്വയർ ഉള്ള 40 ടൈൽ ഉപയോഗിച്ച് തറ ഭാഗികമായി മൂടി. ടൈൽസ് ഉള്ളതും ഇല്ലാത്തതുമായ തറയുടെ അനുപാതം എത്രയാണ്? ഓപ്ഷൻ എ 10:1, ഓപ്ഷൻ ബി 1:10, ഓപ്ഷൻ സി 5:1, ഓപ്ഷൻ ഡി 1:5. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1:5. 59-ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ ശരാശരി മാർക്ക് 62ഉം പെൺകുട്ടികളുടെ മാർക്ക് 52ഉമാണ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കൂടി ശരാശരി മാർക്ക് 60 ആണെങ്കിൽ ആ ക്ലാസ്സിൽ ആൺകുട്ടികൾക്ക് എത്ര ശതമാനം മാർക്കുണ്ട്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമായിരുന്നു. 60-ാമത്തെ ചോദ്യം. 3 സ്ത്രീകൾക്കും 6 പുരുഷന്മാർക്കും കൂടി ഒരു എംബ്രോയിഡറി ജോലി 5 ദിവസം കൊണ്ട് തീർക്കാനാവും. അതുപോലെ 4 സ്ത്രീകൾക്കും 7 പുരുഷന്മാർക്കും കൂടി 4 ദിവസം കൊണ്ട് തീർക്കുവാനാവും. എന്നാൽ ഒരു സ്ത്രീ മാത്രം ജോലി ചെയ്താലും ഒരു പുരുഷൻ മാത്രം ജോലി ചെയ്താലും ജോലി തീർക്കാൻ എടുക്കുന്ന ദിവസം എത്രയാണ്? ഓപ്ഷൻ എ 20-40, ഓപ്ഷൻ ബി 40-20, ഓപ്ഷൻ സി 60-30, ഓപ്ഷൻ ഡി 30-60. ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 30-60. 61-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ 34-ന് ശേഷം വരുന്ന അക്കം എത്രയാണ്? ഓപ്ഷൻ എ 38, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 43, ഓപ്ഷൻ ഡി 45. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 43. 62-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന സമവാക്യത്തിലെ ഏത് 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാൽ സമവാക്യം ശരിയാവും? ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസറായി ലഭിക്കുക. തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്തു തന്നെ നോക്കുക. 63-ാമത്തെ ചോദ്യം. സോനു തെക്കോട്ട് നടക്കാൻ തുടങ്ങി 25 മീറ്റർ നടന്നതിന് ശേഷം വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ നടന്നതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. പിന്നെ തെക്കോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. ഇപ്പോൾ സോനു തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര ദൂരത്തിലും ഏത് ദിശയിലുമാണ്? ഓപ്ഷൻ എ 20 മീറ്റർ പടിഞ്ഞാറ്, ഓപ്ഷൻ ബി 20 മീറ്റർ കിഴക്ക്, ഓപ്ഷൻ സി 10 മീറ്റർ പടിഞ്ഞാറ്, ഓപ്ഷൻ ഡി 10 മീറ്റർ കിഴക്ക്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 20 മീറ്റർ കിഴക്ക്. 64-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിൽ ചേരാത്ത അക്കം ഏതാണ്? ഓപ്ഷൻ എ 5108,
ഓപ്ഷൻ ബി 1252, ഓപ്ഷൻ സി 388, ഓപ്ഷൻ ഡി 142. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, 388. 65-ാമത്തെ ചോദ്യം. ഒരു ഘടികാരത്തിലെ 12, 3, 7 എന്നിവ ചേർത്ത് ഒരു ത്രികോണം നിർമ്മിച്ചു. ഈ ത്രികോണത്തിലെ 3 കോണുകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 60, 45, 75. 66-ാമത്തെ ചോദ്യം. ഈ ടേബിളിലെ ഒഴിഞ്ഞ കളത്തിലെ അക്കം എത്രയാണ്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 66, ഓപ്ഷൻ സി 105, ഓപ്ഷൻ ഡി 87. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, 87. 67-ാമത്തെ ചോദ്യം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ HAND എന്നത് 27ഉം WORK എന്നത് 67ഉം എന്ന് എഴുതാം. എങ്കിൽ BOAT എങ്ങനെ എഴുതാൻ സാധിക്കും? ഓപ്ഷൻ എ 38, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 36, ഓപ്ഷൻ ഡി 37. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 38. 68-ാമത്തെ ചോദ്യം. ഫോബിയുടെ അമ്മായിയമ്മയാണ് റേച്ചൽ. ഫോബി റോസിന്റെ നാത്തൂനാണ്. ചാൻഡലർ ജോയിയുടെ അച്ഛനും റോസിന്റെ ഒരേ ഒരു സഹോദരനുമാണ്. എങ്കിൽ എന്ത് ബന്ധമാണ് റേച്ചലിന് റോസിനോടുള്ളത്? ഓപ്ഷൻ എ സഹോദരി, ഓപ്ഷൻ ബി അമ്മ, ഓപ്ഷൻ സി ഭാര്യ, ഓപ്ഷൻ ഡി അമ്മായിയമ്മ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അമ്മ. 69-ാമത്തെ ചോദ്യം. ഒരു ലീപ് വർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ ഉണ്ടാകാനുള്ള സാധ്യത എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ 1/7, ഓപ്ഷൻ ബി 2/7, ഓപ്ഷൻ സി 3/7, ഓപ്ഷൻ ഡി 4/7. 69-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 3/7. 70-ാമത്തെ ചോദ്യം. വിട്ടുപോയ അക്കം കണ്ടെത്തുക. ഇവിടെ വിട്ടുപോയ അക്കം കണ്ടെത്താനുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ 227, ഓപ്ഷൻ ബി 34, ഓപ്ഷൻ സി 250, ഓപ്ഷൻ ഡി 222. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 227. 71-ാമത്തെ ചോദ്യം. റിസപ്ഷനിസ്റ്റ്, ദ ഇന്റർവ്യൂസ് resume on Monday. Please bring a copy of your resume today itself. 71-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, none of this. 72-ാമത്തെ ചോദ്യം. The students of our school dash given a challenging task yesterday. ഓപ്ഷൻ എ ആണ് വരുന്നത്, where. 73-ാമത്തെ ചോദ്യം. I have dash terrible headache now as I could not sleep last night. 73-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 74-ാമത്തെ ചോദ്യം. Equanimity is one of the qualities desirable for a successful life. 74-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, calmness. 75-ാമത്തെ ചോദ്യം. John was exculpated after investigation. 75-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, none of this. 76. Several old buildings were pulled dash to construct new ones before Olympics. 76-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി, down. 77. ടൈഗർ, ടൈഗ്രസ്, ഡാർക്ക്, ഡക്ക്, റാം. ഓപ്ഷൻ എ ആണ്, ഈവ്. 78. സെലക്ട് ദ wrongly spelled word from the following. ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്, neither. 79. He is a man who is too ready to believe things. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, none of this. 80-ാമത്തെ ചോദ്യം. Had he been inoculated effect of diseases dash milder on him. ഓപ്ഷൻ സി ആണ് വരുന്നത്, would have been. Our students have just had their dinner. Identify the wrong part. ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്, this is correct sentence. 82-ാമത്തെ ചോദ്യം. He scarcely admitted his mistake. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനുള്ള
ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, ഹാസ് ഹി. 83-ാമത്തെ ചോദ്യം. ജോൺ ഡാഷ് ഡൗൺ ഓൺ ദ ബെഡ് ഫോർ എ ഷോർട്ട് ടൈം ആഫ്റ്റർ ലഞ്ച്. 83-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 84. ഹെലൻ ഈസ് ദ സാൾട്ട് ഓഫ് എർത്ത് മീൻസ് ഹെലൻ ഈസ് വെരി ഡാഷ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, ഓണസ്റ്റ്. 85. ചൂസ് അനദർ ആഡ്ജക്റ്റീവ് ഡിറൈവ്ഡ് ഫ്രം പ്യുവർ. 85-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 86. ജോൺ ബിക്കം ദ ഡിഫാക്ടോ റൂളർ ഓഫ് ഇംഗ്ലണ്ട്. ദ അണ്ടർലൈൻഡ് വേർഡ് മീൻസ്. 86-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ആക്ച്വൽ. 87. This medicine was prescribed 2 years ago. The underlined word means. Option C ആണ്, forbidden. 88. Please insist dash the bill when you make purchase in this supermarket. Preposition കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. 88-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദിസ്. 89. All schools dash today in preparation for tomorrow's reopening. 89-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 90-ാമത്തെ ചോദ്യം. ഡയറക്റ്റ് സ്പീച്ച്. ഹെലൻ, when will you arrive here tomorrow? John said. Indirect speech. John asked Helen when dash there the next day. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, she would arrive. ഇനി മലയാളത്തിലെ 10 ചോദ്യങ്ങളാണ്. 91-ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2-ാമത്തെ സെന്റൻസും 3-ാമത്തെ സെന്റൻസുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 2 ശരിയാണ്, അതോടൊപ്പം തന്നെ 3ഉം ശരിയാണ്. 92-ാമത്തെ ചോദ്യം. തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാമാണ്? 92-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ്. 2-ാമത്തെ പദവും അതോടൊപ്പം തന്നെ 3-ാമത്തെ പദവുമാണ് തെറ്റില്ലാത്തത്. 94-ാമത്തെ ചോദ്യം. ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത് ഏതാണ്? 93-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. ഇതാണ് ശരിയായിട്ടുള്ളത്. 94. തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നു. 94-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം ശരി. ദാനത്തിന്റെ മഹാത്മ്യമാണ് ഇവിടെ പറയുന്നത്. 95. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഠിനം എന്ന പദത്തിന്റെ വിപരീതമായി വരാവുന്നത് എന്തെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, 1ഉം 2ഉം. 96-ാമത്തെ ചോദ്യം. കടൽ പര്യായമല്ലാത്തത് ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 4 മാത്രം. 97-ാമത്തെ ചോദ്യം. ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലി ഏതെല്ലാമാണ്? 97-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. 98. ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി വരാവുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1 മാത്രം. 99. കാറ്റു വീശിയില്ലെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇതിലെ ഘടകപദം ഏതാണ്? 99-ാമത്തതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. 100-ാമത്തെ ചോദ്യം. സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപ്പദമാക്കുമ്പോൾ താഴെ പറയുന്നവയിൽ യോജിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1 മാത്രം, സ്രഷ്ടാവ്. ഇതോടുകൂടി 100 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു ചോദ്യപേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി.